Welcome to class number MM41 Normal Modes Vibration. This is from Mathematical Methods for MSc Physics. Mathematical Methods number 1, MSc Physics. Today the class is MM41 Normal Modes of Vibration. What are normal modes of vibration? The method is matrix method. We solve the equations using matrix method, normal modes of vibration of a coupled oscillator. In classical mechanics and molecular physics, normal modes are particular patterns of motion in which all parts of the system move sinusoidally with the same frequency and in a fixed phase relationship. In classical mechanics and molecular physics, normal modes are particular patterns of motion in which all parts of a system move sinusoidally with the same frequency and in a fixed phase relationship. അപ്പോൾ ഇത് ഈ നോർമൽ മോഡ്സ് എന്ന് പറഞ്ഞാൽ ഈ കപ്പിൾ ഓസിലേറ്ററിൻ്റെ ഓസിലേഷൻ പാറ്റേൺ ആണ്. അവിടെ ഫ്രീക്വൻസി സെയിം ആയിരിക്കും, ഫ്രീക്വൻസിക്ക് മാറ്റമില്ല, സൈനുസോയിഡൽ ഓസിലേഷൻ ആയിരിക്കും. ഒരു സൈൻ വേവ് കൊണ്ടോ കൊസൈൻ വേവ് കൊണ്ടോ അതിൻ്റെ മോഷനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാവുന്നതാണ്. സെയിം ഫ്രീക്വൻസിയാണ്, ഒരു ഫിക്സഡ് റിലേഷൻഷിപ്പും ഉണ്ട്. ഇത് ഈ കപ്പിൾ ഓസിലേറ്റർ അതിൻ്റെ നോർമൽ മോഡ് ക്ലാസിക്കൽ മെക്കാനിക്സിലും അതുപോലെ മോളിക്കുലർ ഫിസിക്സിലും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കേട്ട് കാണാം. വൈബ്രേഷൻസ് ഓഫ് ഡയാറ്റമിക് മോളിക്യൂൾ, വൈബ്രേഷൻസ് ഓഫ് ട്രയാറ്റമിക് മോളിക്യൂൾ, അങ്ങനെയൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ അവിടെയെല്ലാം ഈ നോർമൽ മോഡ്സിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിവിടെ മെട്രിക്സ് മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യുകയാണ്. ഇനി സിസ്റ്റംസ് വിത്ത് മൾട്ടിപ്പിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ലൈക്ക് coupled oscillator or vibrating molecules, we can use matrices to analyze these models. അപ്പോൾ ഈ കപ്പിൾ സിസ്റ്റം അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വൈബ്രേഷൻ ഓഫ് മോളിക്യൂൾസ് അനലൈസ് ചെയ്യാൻ നമുക്ക് മെട്രിക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദിസ് ഈസ് എ ഡയഗ്രാം ഓഫ് എ കപ്പിൾഡ് ഓസിലേറ്റർ. അധികം പ്രസക്തമല്ലാത്തൊരു പടമാണ് ഇവിടെ. ഇതിൽ കാണിച്ചതാണ് കപ്പിൾ ഓസിലേറ്റർ എങ്ങനെ ഇരിക്കും. ഇതൊരു കപ്പിൾ ഓസിലേറ്റർ എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. രണ്ട് സെയിം മാസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കതിൻ്റെ ആവശ്യമേ ഉള്ളൂ. വ്യത്യസ്തമായ മാസ് കൊടുക്കാം, M1 M2 കൊടുക്കാം. അവ ഒരു കോമൺ സ്പ്രിങ് കൊണ്ട് ഇതുപോലെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അത് നമ്മൾ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ അവ ചലിക്കും. ഇപ്പോൾ ആദ്യത്തെ M പോകുന്നത് x1 ദൂരം വലത്തോട്ടാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ രണ്ടാമത്തെ മാസം മുമ്പോട്ട് പോകുന്ന x2 ദൂരത്തിലായിരിക്കും. സ്പ്രിങ് കോൺസ്റ്റൻറ്റ് K ആണ്, ഫോഴ്സ് കോൺസ്റ്റൻറ്റ് K ആണ്. ഇത് മുന്നോട്ടും പുറകോട്ടും ഓസിലേറ്റ് ചെയ്യും. അതിനെ നമ്മൾ കപ്പിൾഡ് ഓസിലേഷൻ എന്ന് പറയും. അതിൻ്റെ മോഡുകളെ വിളിക്കുന്ന പേരാണ് നോർമൽ മോഡ്. ഒരു കപ്പിൾഡ് ഓസിലേറ്ററിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഡയഗ്രാം ഓഫ് എ കപ്പിൾഡ് ഓസിലേറ്റർ ഈസ് ഷോൺ. ദി ഫിഗർ two masses, same mass, two masses or two bodies of equal masses are tied by a spring of spring constant, a force constant K. Let x1 be the displacement of first mass and x2 that of second mass, and this represents a coupled oscillator. With the three springs, we can say three springs. Coupled oscillators. Example, two masses M connected by three springs, spring constant K in a line. That is an example of a coupled oscillator. Each mass can move in one direction, say x-axis. Later displacements from equilibrium be x1 and x2. It's a time-dependent function. Displacements we represent as x1 and x2 or x1t and x2t. Equations of motion using Newton's law. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ന്യൂട്ടൺസ് ലോ വെച്ച് എഴുതിയാൽ എങ്ങനെയായിരിക്കും? ന്യൂട്ടൺസ് ലോ അറിയാമല്ലോ. F is equal to ma. Ma is equal to minus kx here. Using Hooke's law and Newton's second law, we can write mx1 double dot. x1 double dot is the acceleration of the first mass. mx1 double dot is equal to minus kx1 plus kx2 minus x1. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് രണ്ട് മാസുകളുടെയും ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ കണക്കിലെടുത്താണ് ഇക്വേഷൻ പറയുന്നത്. If we consider the displacements of two masses and write the Newton's second law or the differential equation for the coupled oscillator as mx1 double dot is equal to minus kx1 plus kx2 minus x1
On simplification, on removing the bracket, we get minus 2kx1 plus kx2, minus into minus plus. So inside the bracket we get kx2 minus kx1, 2 minus terms are added, minus 2kx1 plus kx2, and this is the equation of coupled oscillator written using Newton's second law. Now the matrix form. Matrix form, this equation we can write as mx1 double dot is equal to minus 2kx1 plus kx2 can be written as m. X has two components, we say x1 double dot x2 double dot is equal to minus kx. Kx we write from the above two equation. Minus is taken outside the matrix, minus is taken outside. It's a matrix form. You write in the form matrix in square bracket. Minus k is taken, so in the first term there is 2, in the second term there is minus 1 in the x2 place. And here in the denominator we write minus 1, 2. In the reverse order we write for x2 double dot. x1 double dot we write minus 2 and plus 1. And x2 double dot we write inside the matrix minus 1 and 2. That is plus 1 and minus 2. Or x double dot in the matrix. Here we write x1 double dot, x2 double dot, matrix we write as a single letter, capital X, double dot is equal to k by m. M is taken 2 RHS in the denominator, minus k a x1, the matrix, kx, not x1, ax, where a matrix A is equal to 2, minus 1, minus 1, 2. And this is the matrix A for the coupled oscillator. Now we see the assumption for normal mode solutions. അപ്പോൾ ഈ നോർമൽ മോഡ് സൊല്യൂഷൻ കാണാൻ അസംഷൻ എന്താണ്? ട്രൈ സൊല്യൂഷൻസ് ഓഫ് ദി ഫോം എക്സ് ടി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഇ റൈസ് ടു ഐ ഒമേഗ ടി. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷനാണ്. സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിലല്ല നമുക്ക് എ സൈസ് ഇ റൈസ് ടു ഐ ഒമേഗ ടി എന്ന് കൊടുക്കാറുണ്ട്. സൈൻ ഒമേഗ ടി തന്നെയാണ് ഇ റൈസ് ടു ഐ ഒമേഗ ടി. നമ്മൾ ആ ഇമാജിനറി പാർട്ട് എടുത്താൽ അത് കിട്ടും. xt is x, capital X e raised to I omega t is an accepted solution for the oscillator. Then x double dot differentiated twice. Then we get each differentiation I omega will come in front. I omega into I omega, I square. I square is minus 1. We get x double dot is minus omega square x e raised to I omega t. And this is the present equation, differential equation for the oscillator. Substitute into the equation of motion. ഇത് മുകളിൽ ഇക്വേഷൻ ഓഫ് മോഷൻ കൊടുക്കുക. ഇക്വേഷൻ ഓഫ് മോഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ അതിലേക്ക് കൊടുക്കണം. That is omega square x is equal to minus k by m ax. That gives ax. X is taken written first is equal to lambda x, where lambda stands for m omega square by k. അതായത് നമ്മൾ ആദ്യം കാണുന്ന രണ്ട് സ്റ്റെപ്പ്, അതിൽ നിന്ന് ആ എ എക്സ് കാണുമ്പോൾ എം എൽ എച്ച് എസിൽ മുകളിലോട്ട് പോകും, കെ താഴോട്ട് വരും. അപ്പോൾ നമുക്ക് എം ഒമേഗ സ്ക്വയർ ബൈ കെ എന്ന് കിട്ടും. അതിനെ നമ്മൾ ലാംഡ എന്ന് വിളിക്കുകയാണ്. ലാംഡ എന്ന് വിളിച്ചാൽ മൈനസും വെട്ടിപ്പോവും. എ എക്സ് ഈസ് ഈക്വൽ ലാംഡ എക്സ്. ദാറ്റ് ഇസ് എ മെട്രിക്സ് ഇക്വേഷൻ ഫോർ കപ്പിൾഡ് ഓസിലേറ്റർ. പിന്നെ ഐഗൻ വാല്യൂ പ്രോബ്ലം, നമ്മളിതിനെ ഐഗൻ വാല്യൂ പ്രോബ്ലമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. We now solve the eigenvalue equation. Ax is equal to lambda x. Characteristic equation. What is a? The characteristic equation is determinant a minus lambda I. That is equal to 0. That is determinant equation. And determinant a minus lambda I is equal to 2 minus lambda minus 1 2 minus lambda. That on simplification we get lambda square minus 4 is equal to 0. So eigenvalues are
-1 and -3. Eigenvalues are -1 and -3. In that manner we get eigenvalues. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ ലാംഡ സ്ക്വയർ -4 അപ്പോൾ ലാംഡ സ്ക്വയർ -4 = 0 നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ -2 ഇൻറ്റു ലാംഡ +2 എന്ന് കിട്ടും. ഇപ്പോൾ ലാംഡ -2 +2 എന്ന് വരാം. അത്തരം കേസിൽ ഐഗൻ വാല്യൂ വരുന്നത് -1 and lambda is -3. Lambda 1 is 1 and lambda 2 is 3 we take. Yes. Lambda 1 is 1 and lambda 2 is 3 എന്ന് വരും. Lambda 2 is 3. മൈനസ് അല്ല. Lambda 1 is 1, lambda 2 is 3. So, at first we take lambda 1 is equal to 1. That is a minus I into x is equal to 0. Put to the matrix value. That is 1 minus 1. Minus 1, 1. x1, x2 matrix is equal to 0. Which follows x1 is x2. Mod 1, x is equal to 1. Mod 1, x is equal to 1. Interpretation. Both the masses move in phase in the same direction with the frequency omega is root of k by m. Now we take lambda 2 is 3. Lambda minus 3i into x is equal to 0. That is -1 minus 1. -1 minus 1. x1, x2 is equal to 0 or x1 is equal to -x2. നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ആ വാല്യൂ നേരിട്ട് എഴുതുകയാണ്. കണ്ടുപിടിക്കുന്നത് പ്രീവിയസ് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ കിട്ടും. ദാറ്റ് ഈസ് x2. The next matrix is 1 minus 1. The first matrix x1 is 1, 1 ആണ് കേട്ടോ. 1, 1. ആ സെക്കൻഡ് മെട്രിക്സ് 1, 1 മെട്രിക്സ് ആണ്. സെക്കൻഡ് മെട്രിക് is 1 minus 1. Interpretation. Masses move out of phase. Masses move out of phase, opposite directions, with the frequency omega 2 is root of 3k by m. And now we can see the general solution. You know, for a simple harmonic oscillator, always we get a sine solution or a cosine solution we write. The general motion is a linear combination of both the neural modes. The general motion is a linear combination of both the modes. രണ്ട് മോഡാണ് നമ്മൾ ഇവിടെ കണ്ടത്. അതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ദാറ്റ് ഈസ് xt is equal to c1 x1 cos omega 1t plus phi1 plus c2 x2 cos omega 2t plus phi2. Phi1 and phi2 are initial phases. Each mode vibrates independently at its own natural frequency. രണ്ട് മോഡും അതാതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. And various the physical applications of these neural modes. Vibrations of molecules, normal coordinates, lattice vibrations in solids, phonons, phonon vibration, vibrating mechanical systems, bridges and buildings, electrical networks, resonant frequency. Summary. What are the steps and their actions? Step number 1, write equation of motion. Step number 2, express in matrix form. Step number 3, assume the harmonic solutions. Step number 4, solve eigenvalue problem. 5, interpret eigenvectors, normal modes. 6, form general solution. അതാണ് നമ്മൾ ആ പറഞ്ഞ എസ്സേയുടെ അകത്തുള്ള പോയിന്റുകൾ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാൻ, ഡിസ്കസ് normal modes of vibration using matrix method. അപ്പോൾ കംപ്ലീറ്റ് ചെയ്തേണ്ടി വരും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 തൊട്ട് ഷോർട്ട് ആൻസർ ആണ്. Now we can see short answer questions. What is a coupled oscillator? Give its equation using Newton's law. Question number 3, what is the characteristic equation for normal modes of vibration? Question number 4, write the general solution
for normal modes of vibration. Number 5, what are the applications of normal modes of vibration? That is all with your class number 41. We continue the topic.